എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 27-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മുതൽ വിതരണം ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇന്നലെ വൈകുന്നേരം 5:30 ശേഷം എത്തിത്തുടങ്ങിയത്. 2000 രൂപ ഫെബ്രുവരി മാസത്തെ പെൻഷനാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത്. നിരവധി പേർക്ക് ഇതിനകം തന്നെ തുക ലഭിച്ചിട്ടുണ്ട്. ഇനിയും എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. കേന്ദ്ര വിഹിതം, കേന്ദ്ര പെൻഷൻ പദ്ധതി പ്രകാരം 300, 200, 500 കുറവുള്ള ആളുകൾക്ക് അത് തുകയും ഉടനെ ലഭിക്കുന്നതാണ്. അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പെൻഷൻ തുക അനുവദിച്ചപ്പോൾ തുക മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തുകയിൽ വലിയ താമസം ഉണ്ടാകില്ല. ഇപ്പോൾ 1700, 1800 അല്ലെങ്കിൽ 1500 ഒക്കെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കി 500, അതുപോലെ തന്നെ 300, 200 ഈ തുക കൂടി ഉടനെ എത്തിച്ചേരുന്നതാണ്. 2-3 ദിവസത്തെ അല്ലെങ്കിൽ 4 ദിവസത്തെ താമസം ഉണ്ടായേക്കാം. സംസ്ഥാനത്ത് കയ്യിൽ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. സർവീസ് സഹകരണ സംഘം ജീവനക്കാർ വീടുകളിൽ എത്തിച്ചാണ് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ അല്ലാതെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. അവർക്കാണ് നാളെ വൈകുന്നേരത്തോടു കൂടി തുക എത്തുക. ഇന്ന് ട്രഷറി മുഖാന്തരം പണം ബാങ്കുകളിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. നാളെ വെള്ളിയാഴ്ചത്തോടുകൂടി ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുകയെത്തും. പിന്നീട് ലിസ്റ്റും കട്ട് ചെയ്ത് വീടുകളിലെത്തി പെൻഷൻ വിതരണം ആരംഭിക്കാൻ നാളെ വൈകുന്നേരം ആകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ കയ്യിൽ പെൻഷൻ വിതരണം നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ടേ ഉണ്ടാകൂ എന്നുള്ളതാണ് വിവരം. പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കയ്യിൽ പെൻഷൻ ആർക്കെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ ആ വിവരം അപ്പോൾ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 1 മാസത്തിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരുപാട് ആളുകൾക്ക് 1600 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നു. അത് കിട്ടിയിട്ടുള്ളവർ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ 2000 രൂപ ക്ഷേമ പെൻഷനും 1600 രൂപ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമാണ് ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഇനി അടുത്ത സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ ആനുകൂല്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. സ്ത്രീ സുരക്ഷ അടുത്ത വിതരണം മാർച്ച് 10-ന് ശേഷം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാർച്ച് 5-ന് മുമ്പ് എല്ലാവർക്കും വിതരണം പൂർത്തീകരിക്കും. അതിനുശേഷമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ 10-ാം തീയതിക്ക് ശേഷം വിതരണം ഉണ്ടാകുക. 10-ാം തീയതിക്കും 20-ാം തീയതിക്കും ഉള്ളിലായിക്കൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തും. കഴിഞ്ഞ തവണ 10 ലക്ഷത്തിലധികം ആളുകൾക്കാണ് എത്തിയെങ്കിൽ ഈ പ്രാവശ്യം 15 ലക്ഷത്തോളം ആളുകൾക്ക് അത് എത്തിച്ചേരും എന്നുള്ളതാണ് വിവരം. കൂടുതൽ അപേക്ഷകളെല്ലാം ഇപ്പോൾ ആളുകൾ നൽകുന്നുണ്ട്. 32 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇത് സംസ്ഥാനത്ത് അവകാശപ്പെട്ടതായിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇനിയും അപേക്ഷ നൽകിയിട്ടില്ല. അപ്പൊ ഇനിയും അപേക്ഷ നൽകാത്ത ആളുകൾ ഉടനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിലവിൽ പ്രചാരണത്തിലുള്ള 100, 500 രൂപ നോട്ടുകളിൽ പ്രധാന സുരക്ഷാ മാറ്റങ്ങൾ വരുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. 2026 കറൻസി അപ്ഡേഷന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. എന്നാൽ ഇത് 2016 പോലെയുള്ള നോട്ട് നിരോധനമല്ല എന്നും നിലവിലുള്ള നോട്ടുകൾ അസാധുവാകില്ല എന്നും RBI വൃത്തങ്ങൾ വ്യക്തമാക്കി. ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നാളെയും മറ്റന്നാളും മാത്രമാണ് വാങ്ങാനുള്ള അവസരമുള്ളത്. ഈ മാസം 28 കൂടി ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും. മാർച്ച് 1-ാം തീയതിയും 2-ാം തീയതിയും റേഷൻ കട അവധിയായിരിക്കും. 3-ാം തീയതി ചൊവ്വാഴ്ച മുതലാണ് റേഷൻ വിതരണം വീണ്ടും ആരംഭിക്കുക. മാർച്ച് മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുക. 65 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരം ആളുകൾ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കുന്ന ഒന്നാണ് രോഗങ്ങൾ വരിക എന്നുള്ളത്. പല സമയത്തും ചികിത്സയ്ക്കാണ് നമ്മെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയിലുള്ള ചിലവുകൾ വരുന്നത്. ഇതിന് ഏക ആശ്രയം എന്നുള്ളത് ആരോഗ്യ ഇൻഷുറൻസുകളാണ്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ സർക്കാരിന്റെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത 60% മലയാളികളാണ് സംസ്ഥാനത്തുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വകാര്യ ഇൻഷുറൻസ് തന്നെ എടുക്കണം.
പക്ഷേ സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 65 വയസ്സിന് മുകളിലുള്ളവർക്കും മുമ്പ് രോഗം ഉള്ള ആളുകൾക്കും പോളിസി എടുക്കാൻ കഴിയാറുണ്ടായിരുന്നില്ല. ഇനി പോളിസി എടുക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന മുമ്പുള്ള രോഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാറും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. പുതിയ ചട്ടപ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് 65 വയസ്സ് കവിയരുത് എന്ന മാനദണ്ഡം എടുത്തു കളഞ്ഞിട്ടുണ്ട്. രോഗം വന്ന് ബുദ്ധിമുട്ടിലാകുന്ന നിരവധി വയോജനങ്ങൾക്ക് ഈ തീരുമാനം ഗുണകരമാകും. ഇൻഷുറൻസ് ഏജൻസി ഓഫ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ IRDAI പുതിയ വിജ്ഞാപനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത്. 2024 ഏപ്രിൽ 1 മുതലാണ് വിജ്ഞാപനം നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത്. ഇനി ഏത് മുതിർന്ന പൗരന്മാർക്കും ഇൻഷുറൻസ് പോളിസി എടുക്കാം എന്ന് IRDAI വിജ്ഞാപനത്തിൽ പറയുന്നു. ഇൻഷുറൻസ് കമ്പനികളുടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും കാരണം ആരോഗ്യ ഇൻഷുറൻസുകളുടെ പല ആനുകൂല്യങ്ങളും 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഇതിന് പരിഹാരമായി വയോജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വ്യവസ്ഥകളും പുതിയ വിജ്ഞാപനത്തിലുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസികൾ അവതരിപ്പിക്കണം എന്ന് കമ്പനികളോട് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും രോഗം ഉള്ള ആളുകൾക്കും പോളിസി നൽകാൻ കമ്പനികൾ നിർബന്ധിതരാണ്. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന രോഗമാണ് എന്ന പേരിൽ കമ്പനികൾക്ക് ക്ലെയിം നിരസിക്കാനാവില്ല. പുതിയ പോളിസി ഉടമകൾക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള കാത്തിരിപ്പ് കാലയളവ്, അതായത് വെയിറ്റിംഗ് പീരീഡ് 48 മാസത്തിൽ നിന്നും 36 മാസമാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. പോളിസി എടുക്കുന്ന സമയത്ത് പോളിസി ഉടമ രോഗം വെളിപ്പെടുത്തിയാലും ഇല്ല എങ്കിലും അസുഖമുള്ള വ്യക്തി തുടർച്ചയായി 36 മാസം പോളിസിയിൽ തുടരുന്ന പക്ഷം ഇൻഷുറൻസ് പരിരക്ഷ നൽകണം എന്നതാണ് നിർദ്ദേശം. പോളിസി ഉടമകൾക്ക് പ്രീമിയം തുക തവണകളായി അടക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കാനും നിർദ്ദേശം പറയുന്നു. പോളിസി ഉടമകൾക്ക് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതിനും മറ്റു ചികിത്സകൾ പോലെ ആയുഷ്മാൻ ചികിത്സകൾക്കും തുല്യമായ കവറേജ് നൽകുന്നതിനും ഇൻഷുറൻസ് കമ്പനികൾ നയം രൂപവൽക്കരിക്കണം എന്നും നിർദ്ദേശത്തിലുണ്ട്. അലോപ്പതിക്ക് പുറമെ ആയുർവേദം, യുനാനി, യോഗ, നാച്ചുറോപ്പതി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ചികിത്സാ രീതികളെ കൂടി ആശ്രയിക്കുന്ന വയോജനങ്ങൾക്ക് ഈ നിർദ്ദേശം ഏറെ ഗുണകരമാണ്. മാത്രമല്ല, പോളിസി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിന് പോളിസിയുമായി ബന്ധപ്പെട്ട മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ പ്രത്യേക സംവിധാനം കമ്പനികൾ ഒരുക്കണം. ഇത് സംബന്ധിച്ച വിവരങ്ങൾ അതാത് കമ്പനികളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു. വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്, ഒരു നിർദ്ദേശമാണ് നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത്. അതായത് പുതിയ പോളിസി എടുക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല, മുമ്പ് രോഗം ഉണ്ട് എങ്കിൽ പ്രശ്നമല്ല, അതിനെല്ലാം ഇനി കവറേജ് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ